ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2116. ഇന്ന് ഒക്ടോബർ മാസം 16-ാം തീയതി 289-ാമത്തെ ദിവസത്തിലെത്തി. തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ? തിരിച്ചറിവിലേക്ക് എപ്പോഴെങ്കിലും നമ്മൾ ബോധപൂർവം എത്തിച്ചേരുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടാവും. തിരിച്ചറിവുകൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് എന്താണ് കാര്യം? തിരിച്ചു നടക്കാനുള്ള, തിരുത്തി തുടങ്ങാനുള്ള, ഒന്നും കൂടി നന്നായി ആരംഭിക്കാനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും കൂടെ ലഭിക്കണ്ടേ? പറഞ്ഞു വരുന്നത്, യേശു പറഞ്ഞ കഥകളെ കുറെ കൂടി കാര്യമായിട്ട് പരിഗണിക്കാവുന്നതാണ്. കഥകളല്ല, ഉപമകളല്ല, ശരിക്കും മനുഷ്യ ജീവിത അനുഭവങ്ങളാണ്. പറഞ്ഞ സുവിശേഷത്തിൽ ഇപ്പോഴും വായിച്ചു കിട്ടുന്ന കഥകളെ കുറെ കൂടി ഒന്ന് ഗൗരവത്തിൽ നമ്മൾ പരിഗണിച്ചു തുടങ്ങിയാൽ ഭേദപ്പെടും. തിരിച്ചറിവുകൾക്ക് നേരഭേദമോ പദവ്യത്യാസമോ ഒന്നുമില്ല. അതിന് പ്രത്യേകിച്ചൊരു സമയവും സന്ദർഭവും ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഏതൊരു മനുഷ്യനും അതിലേക്കെത്താം, അയാളിലേക്ക് അതുമെത്താം. കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ലഭിക്കാൻ സാധ്യതയുള്ളതാണ് തിരിച്ചറിവ്. പക്ഷേ എത്ര നേരത്തെ തിരിച്ചറിവ് കിട്ടുന്നോ അത്രയും നല്ലതാണ്. എത്ര അധികം കാര്യങ്ങളിൽ തിരുത്താനും തിരിച്ചറിവ് നമ്മളെ സഹായിക്കും. എന്തുമാത്രം നേരത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തു പറഞ്ഞ കഥകളെ കുറെ കൂടി പരിഗണിച്ച് നമുക്കൊന്ന് ജീവിച്ചാലോ. മരണം കാത്തുകിടക്കുന്ന വൃദ്ധനായ മനുഷ്യനോട് അയൽക്കാരനായ യുവാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് വിവാഹം കഴിക്കാതിരുന്നത്? വൃദ്ധന് മറുപടി ഉണ്ടായിരുന്നു, ഞാൻ വിവാഹത്തിനെതിരല്ല, എല്ലാം തികഞ്ഞ സ്ത്രീയെ നോക്കി നടന്നതാണ്. അതോടുവിൽ ഇങ്ങനെയായി. അപ്പോൾ ആ യുവാവ് ചോദിച്ചു, ഇത്രയും ദീർഘമായ കാലത്തിനിടെ എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയെ പോലും അങ്ങ് കണ്ടില്ലേ? അയാളുടെ മറുപടി ഇങ്ങനെയാണ്, കണ്ടല്ലോ, പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവൾക്കും വേണ്ടത് എല്ലാം തികഞ്ഞ പുരുഷനെയായിരുന്നു. വളരെ വാർദ്ധക്യത്തില് തിരിച്ചറിവ് കിട്ടിക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് തിരുത്താനും ഒന്ന് തിരിഞ്ഞു നടക്കാനുമൊക്കെയുള്ള നേരവും കാലവും അവസരവും സാഹചര്യവും കൂടെ വേണ്ടേ? സുവിശേഷത്തിലെ യേശുവചനങ്ങളിലേക്ക് മടങ്ങിയെത്തിയാൽ എല്ലാം ഒന്നും കൂടി ഏറ്റവും നന്നായി തുടങ്ങാൻ പറ്റും, പൂർത്തിയാക്കാനും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.